ഇനി ഫിസ്ക്കൽ പോളിസിയിൽ എന്തൊക്കെ പഠിക്കാനുള്ളത്? അടുത്തൊരു സെറ്റ് ഓഫ് പോളിസിയാണ് ഫിസ്ക്കൽ പോളിസി. മോണിറ്ററി പോളിസിയിൽ മണി സപ്ലൈ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തിട്ട് ഇക്കോണമിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് മോണിറ്ററി പോളിസി പറയുന്നത്. ഫിസ്ക്കൽ പോളിസി പറയുന്നത് ഗവൺമെന്റിന് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് ഇക്കണോമിക് ഗോൾസ് അല്ലെങ്കിൽ ഇക്കോണമിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. എന്തൊക്കെ കാര്യങ്ങളാ? ഫിസ്ക്കൽ പോളിസിയിൽ, മോണിറ്ററി പോളിസിയിൽ ഇൻട്രസ്റ്റ് റേറ്റ്, പിന്നെ ഗവൺമെന്റ് സെക്യൂരിറ്റി സെല് ചെയ്യുന്നു, സെൻട്രൽ ബാങ്ക് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇക്കോണമിനെ കൺട്രോൾ ചെയ്യുന്നത് മോണിറ്ററി പോളിസിയിൽ. ബട്ട് ഫിസ്ക്കൽ പോളിസിയിൽ ഗവൺമെന്റിന്റെ കുറച്ച് പോളിസീസ്, ഗവൺമെന്റ് സെറ്റ് ചെയ്യുന്ന, ഗവൺമെന്റ് എത്രത്തോളം ടാക്സ് കളക്ട് ചെയ്യുന്നു. ഈ ടാക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഗവൺമെന്റിന്റെ എന്താണ് ടാക്സ് എന്ന് പറയുന്നത്? ഗവൺമെന്റിന്റെ റവന്യൂ ആണ് ടാക്സ്, അല്ലെ? ബിസിനസിന്റെ അടുത്ത് കളക്ട് ചെയ്യുന്ന, കോർപ്പറേറ്റ്സിന്റെ അടുത്ത് കളക്ട് ചെയ്യുന്ന ടാക്സ്, പിന്നെ ആളുകളുടെ അടുത്ത് കളക്ട് ചെയ്യുന്ന ടാക്സ്, സമയത്ത് കളക്ട് ചെയ്യുന്ന ടാക്സ്. ഈ ടാക്സ് ഒക്കെയാണ് ഗവൺമെന്റിന്റെ ഇൻകം എന്ന് പറയുന്നത്, ഗവൺമെന്റ് റവന്യൂ എന്ന് പറയുന്നത്. ഈ ഗവൺമെന്റ് ഇൻകം ഒക്കെ കളക്ട് ചെയ്യുന്ന ആർക്ക് വേണ്ടിയിട്ട്? സ്പെൻഡ് ചെയ്യാൻ തന്നെയാണ്. ആർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്? എക്കണോമിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ എക്കോണമിയിലേക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ, പബ്ലിക് സ്പെൻഡിങ്. ഓക്കെ, പബ്ലിക് സ്പെൻഡിങ്ങിന് വേണ്ടിയിട്ട്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഗവൺമെന്റ് ഓക്കെ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? യെസ് സർ. ഇപ്പൊ ഗവൺമെന്റ് ആക്ഷൻസ് എന്തൊക്കെയാ പറയുന്നത്? ടാക്സേഷൻ, എത്രത്തോളം ടാക്സ് കളക്ട് ചെയ്തു എന്നുള്ളത് ഇവിടെ ഫിക്സ് ചെയ്യുന്നുണ്ട്. എത്രത്തോളം പബ്ലിക് സ്പെൻഡിങ് എന്നുള്ളത് അതിവിടെ പറയുന്നുണ്ട്. പിന്നെ ബഡ്ജറ്റ് ഡെഫിസിറ്റ് ആൻഡ് ബഡ്ജറ്റ് സർപ്ലസ് ഉണ്ട്. ഒരു ഗവൺമെന്റ് ഡെഫിസിറ്റിലോടുക, സർപ്ലസിലോടുക എന്ന് പറയും. ഇതിനെ കുറിച്ചൊക്കെ പറയാം. ഞാനൊന്നും ഇവിടെ കാണിച്ചു തരാം. എന്താണ് ബഡ്ജറ്റ് ഡെഫിസിറ്റ്? ഒരു കമ്പനിയുടെ ഒരു കമ്പനി അല്ല, ഒരു ഇക്കോണമിയുടെ ബഡ്ജറ്റ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴാ ബഡ്ജറ്റ് ഡെഫിസിറ്റ്? ബഡ്ജറ്റ് ഡെഫിസിറ്റ് എപ്പോഴാവാന്ന് അറിയും? ബഡ്ജറ്റ് ഡെഫിസിറ്റ് ഗവൺമെന്റിന്റെ റവന്യൂ, ഇൻകം, ഗവൺമെന്റിന്റെ സ്പെൻഡിങ് എപ്പോഴാണ് ഡെഫിസിറ്റിലൂടെ? ബഡ്ജറ്റ് ഒരുപാട് സ്പെൻഡ് ചെയ്യുമ്പോഴാണോ? സ്പെൻഡിങ് കൂടുമോ? ഡെഫിസിറ്റ് ഇൻകത്തിനെക്കാട്ടും കൂടുമോ? ഇൻകത്തിനേക്കാൾ കൂടുതൽ സ്പെൻഡിങ് വരുന്ന ആ ഒരു എക്കോണമിയിലേക്ക് ഒരുപാട് സ്പെൻഡിങ് വരുന്ന സിറ്റുവേഷനിലാണ് ബഡ്ജറ്റ് ഡെഫിസിറ്റ് ഓടുക എന്ന് പറയും. ഗവൺമെന്റ് സ്പെൻഡിങ് മോർ ഇൻ ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പല കാര്യം, ഹെൽത്ത് കെയർ സർവീസ്, അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് സ്പെൻഡിങ് ഉണ്ട്. ഗവൺമെന്റ് സ്പെൻഡിങ് കൂടുകയാണ്. ബഡ്ജറ്റ് ഡെഫിസിറ്റ് ആണെങ്കിൽ GDP എന്താകും? സ്പെൻഡിങ് കൂടുതലാണെങ്കിൽ ഇക്കണോമിക് ആക്ടിവിറ്റി താഴേക്ക് പോകും. GDP കുറയും. GDP കുറയായിരിക്കോ? GDP കൂടുമായിരിക്കും. കൂടും. എക്കണോമിയിലേക്കുള്ള സ്പെൻഡിങ് കൂടുതലാണ്. ബിസിനസിനെ സപ്പോർട്ട് ചെയ്യുന്നു, ജനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു, സ്പെൻഡിങ് കൂടും. എല്ലാം കൊണ്ട് എന്താണ്? GDP കൂടുകയായിരിക്കും ചെയ്യും ബഡ്ജറ്റ് ഡെഫിസിറ്റ് ആണെങ്കിൽ. ഓക്കെ, എപ്പോഴാ ബഡ്ജറ്റ് ഡെഫിസിറ്റ് ആവുക? എപ്പോഴാ ഒരു ബഡ്ജറ്റ് ഡെഫിസിറ്റ് റൺ ചെയ്യുന്ന? എപ്പോഴാ? ടാക്സേഷന്റെ കേസ് പറ. വെൻ ടാക്സേഷൻ കൂട്ടുമ്പോഴാണോ കുറയ്ക്കുമ്പോഴാണോ? കുറയുമോ? ടാക്സേഷനൊക്കെ കുറയ്ക്കും. പബ്ലിക് സ്പെൻഡിങ് എന്ത് ചെയ്യും? പബ്ലിക് സ്പെൻഡിങ് കൂടും. കൂട്ടും. ഇപ്പൊ ഗവൺമെന്റിന്റെ ഫിസ്ക്കൽ പോളിസി പറയുന്നതാണ് ടാക്സേഷൻ കുറയ്ക്കുക, പബ്ലിക് സ്പെൻഡിങ് കൂട്ടുക. എന്തിനു വേണ്ടിയിട്ട്? ഇതൊക്കെ ചെയ്യും എപ്പോ? എന്തിനു വേണ്ടിയിട്ട്? ആ ഗവൺമെന്റ് എന്ത് ചെയ്യണം? ഇക്കണോമിനെ ഗ്രോ ചെയ്യിക്കണം. എന്തിൽ റൺ ചെയ്യും? ബഡ്ജറ്റ് ഡെഫിസിറ്റ് റൺ ചെയ്യും. ബഡ്ജറ്റ് ഡെഫിസിറ്റ് പ്ലാൻ ചെയ്യും. ക്ലിയർ ആണോ? ഇതെന്ത് പോളിസിയാണ്? മോണിറ്ററി പോളിസി അല്ല. ഇതൊക്കെയാണ് എന്ത് പോളിസി എന്ന് പറയുന്നത്? ഫൈനാൻസ്, ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. ഇനി ബഡ്ജറ്റ് സർപ്ലസ് പ്ലാനിങ് ഉണ്ട്. ബഡ്ജറ്റ് സർപ്ലസിൽ പ്ലാൻ ചെയ്യും. എപ്പോഴാ ബഡ്ജറ്റ് സർപ്ലസ് പ്ലാൻ ചെയ്യാം? ഗവൺമെന്റിലേക്ക് കളക്ട് ചെയ്യുന്ന ഇൻകം കൂട്ടും, സ്പെൻഡിങ് കുറയ്ക്കും. എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യും? കുറയ്ക്കും. അങ്ങനെ ഗവൺമെന്റ് സ്പെൻഡിങ് ഒക്കെ കുറയുമ്പോൾ ഇൻകം കൂട്ടുകയാണ്. അതായത് മോർ ടാക്സ് കളക്റ്റഡ്. ഓക്കെ, ടാക്സേഷൻ ഒക്കെ കൂട്ടും. ആൻഡ് ഓൾസോ ഗവൺമെന്റിന്റെ സ്പെൻഡിങ് എന്താക്കും? ഗവൺമെന്റ് എക്സ്പെൻഡിച്ചേഴ്സ് ഒക്കെ എന്ത് ചെയ്യും?
കുറയ്ക്കും. ഇതാണ് ബജറ്റ് സർപ്ലസ് പ്ലാനിംഗ് എന്ന് പറയുന്നത്, ഫിസിക്കൽ പോളിസിയുടെ. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് GDP ഗ്രോത്ത് ഉണ്ടാകും, ഡിക്രീസ് ആവും, കുറയും. ഡിക്രീസ് ആവും. അപ്പൊ എക്കോണമിനെ അങ്ങനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ദിസ് ഇസ് ഫിസിക്കൽ പോളിസി. ഗവൺമെന്റ് അവരുടെ ടാക്സേഷൻ പോളിസി, പബ്ലിക് സ്പെൻഡിങ് പോളിസി ഒക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്തിട്ട് ഇക്കോണമിനെ കൺട്രോൾ ചെയ്യുന്നു. ദിസ് ഇസ് ഫിസിക്കൽ പോളിസി. ഇതാണ് ഫിസിക്കൽ പോളിസി വരുന്നത്. ക്ലിയർ ആണോ ഫിസിക്കൽ പോളിസി? ക്ലിയർ ആണ്. കാരണം ഇതിങ്ങനെ കുറെ കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഉണ്ടാവുള്ളൂ കേട്ടോ. മാനേജിങ് ഡെഫിസിറ്റ് ആൻഡ് സർപ്ലസ് ഇതൊക്കെ ചെയ്തിട്ട് എന്താണ് ഗവൺമെന്റ് എന്ത് റെഗുലേറ്റ് ചെയ്യുന്നു? ആ ഇക്കോണമിയിലുള്ള ഡിമാൻഡ് റെഗുലേറ്റ് ചെയ്യുന്നു. ഇക്കോണമിയിലുള്ള ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? കെയ്നീഷ്യൻ അപ്രോച്ച് എന്ന് പറയും. ഈ പേരൊന്നും പഠിക്കൊന്നും വേണ്ട. ഫിസിക്കൽ പോളിസി, ഈ ഒരു കെയ്നീഷ്യൻ അപ്രോച്ച് പറയുന്നത് ഫിസിക്കൽ പോളിസി ആണ് ഇക്കോണമിനെ കൺട്രോൾ ചെയ്യാൻ ക്രൂഷ്യൽ. ഫിസിക്കൽ പോളിസി ആണ് ഇക്കോണമിനെ കൺട്രോൾ ചെയ്യാൻ ക്രൂഷ്യൽ എന്ന് പറയുന്ന ഒരു അപ്രോച്ചാണ് കെയ്നീഷ്യൻ അപ്രോച്ച്. ഇനി റിസഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റിസഷൻ GDP കുറയാണോ കൂടുകയാണോ? കുറയും. കുറയണം. GDP കുറഞ്ഞു കിടക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പൊ GDP-നെ കൂട്ടണം. GDP-നെ കൂട്ടണം. GDP-നെ കൂട്ടാൻ വേണ്ടിയിട്ട് എങ്ങനത്തെ ഫിസിക്കൽ പോളിസി പ്ലാൻ ചെയ്യാം? സർപ്ലസ് ആവുകയാണോ ഡെഫിസിറ്റ് ആവുകയാണോ? GDP-നെ കൂട്ടണം എന്നുണ്ടെങ്കിൽ സർപ്ലസ് പ്ലാനിങ് ആണോ ഡെഫിസിറ്റ് പ്ലാനിങ് ആയിരിക്കും? ഡെഫിസിറ്റ് പ്ലാനിങ് ആയിരിക്കും. ബജറ്റ് ഡെഫിസിറ്റിൽ പ്ലാൻ ചെയ്യും. ബജറ്റ് ഡെഫിസിറ്റ് പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? സ്പെൻഡിങ് ഒക്കെ കൂട്ടും. ഗവൺമെന്റ് സ്പെൻഡിങ് കൂട്ടും, Spending ഡിമാൻഡ് കൂട്ടും. കൂട്ടാൻ വേണ്ടി. ടാക്സ് എന്ത് ചെയ്യും? കട്ട് ചെയ്യും. ആൾക്കാരെടുത്ത് കളക്ട് ചെയ്യുന്ന ടാക്സ് കട്ട് ചെയ്യും, ബിസിനസ്സിന്റെ അടുത്ത് കളക്ട് ചെയ്യുന്ന ടാക്സ് കട്ട് ചെയ്യും. ബിസിനസ് കുറെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു ഇത് വരും, ബിസിനസ് ആക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യും. ആളുകളുടെ ടാക്സ് കളക്ട് ചെയ്താൽ ആൾക്കാർ ഒരുപാട് കൺസംഷൻ സ്പെൻഡിങ് വരും, ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ കൂടും. ഡെഫിസിറ്റ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ GDP-നെ കൂട്ടാൻ പറ്റും. സർപ്ലസ് പ്ലാനിങ് ചെയ്താലോ GDP-നെ കുറയ്ക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പ്ലാൻ ഇല്ലേ, ബജറ്റ് ഡെഫിസിറ്റ് പ്ലാൻ എന്ന് പറയുന്നത്, ഈ ബജറ്റ് ഡെഫിസിറ്റ് പ്ലാനിന് റീഫ്ലേറ്റിംഗ് ദ എക്കണോമി എന്ന് പറയും. റീഫ്ലേറ്റിംഗ് ദി ഇക്കോണമി എന്ന് പറയും. എന്താ റീഫ്ലേറ്റിംഗ് ദ എക്കണോമി എന്ന് പറയുന്നത്? എക്കണോമീനെ നമ്മൾ എന്ത് ചെയ്യണം? റീഫ്ലേറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് റീഫ്ലേറ്റിംഗ്. GDP-നെ കൂട്ടുകയാണ്. GDP-നെ കൂട്ടുന്നതിനാണ് പറയുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്തൊക്കെയാന്ന് പറ. പ്രശ്നങ്ങൾ ജസ്റ്റ് വായിച്ചാൽ മനസ്സിലാവും നിങ്ങൾക്ക് എന്തൊക്കെയാ പ്രശ്നങ്ങൾ എന്നുള്ളത്. ഈ ഗവൺമെന്റിന്റെ സ്പെൻഡിങ് കൂടുകയാണ്. സ്പെൻഡിങ് കൂടുമ്പോൾ ചിലപ്പോൾ ആ റിസോഴ്സിനെ മിസ്അലോക്കേറ്റ് ചെയ്യാൻ, അതായത് ചിലപ്പോൾ ആ സ്പെൻഡ് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആവശ്യത്തിനായിരിക്കില്ല ചിലപ്പോൾ സ്പെൻഡ് ചെയ്യുന്നത്. മിസ്അലോക്കേഷൻ ഓഫ് റിസോഴ്സ് വരാം. ഓക്കെ. ഇനി സ്പെൻഡിങ് ഒക്കെ ഓതറൈസ് ചെയ്ത് അത് എക്സിക്യൂട്ട് ആകുമ്പോഴേക്കും ഡിലേ വരാം. നമ്മൾ ഉദ്ദേശിച്ച എഫക്ട് ആ ഉദ്ദേശിച്ച സമയത്ത് കിട്ടണം എന്നില്ല. ഓക്കെ, അങ്ങനെ ഡിലേ വരും. ഇനി ടാക്സ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്കണോമി ബൂസ്റ്റ് ആവുന്ന പറയാം. ചിലപ്പോൾ ടാക്സ് കട്ട് ചിലപ്പോൾ ഇക്കോണമി ബൂസ്റ്റ് ചെയ്യണമെന്നില്ല, ഡിമാൻഡിനെ ബൂസ്റ്റ് ചെയ്യണമെന്നില്ല, ചിലപ്പോൾ ഡൊമസ്റ്റിക് ഡിമാൻഡ് ബൂസ്റ്റ് ചെയ്യണമെന്നില്ല. ഇപ്പൊ ടാക്സ് കട്ടൊക്കെ ചെയ്തു. ടാക്സ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരുടെ അടുത്തുള്ള സ്പെൻഡ് ചെയ്യാനുള്ള ഇൻകം കൂടുന്നല്ലേ പറഞ്ഞത്, അല്ലേ? അതെ സർ. യെസ്. ചിലപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും? കുറെ സേവ് ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഫോറിൻ പ്രൊഡക്ട്സിൽ സ്പെൻഡ് ചെയ്യും. എവിടെ? ഫോറിൻ പ്രൊഡക്റ്റിൽ എന്ത് ചെയ്യും? സ്പെൻഡ് ചെയ്യും. ഫോറിൻ പ്രൊഡക്റ്റിൽ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അത് നെഗറ്റീവ്ലി ബാധിക്കുന്നു. നമ്മുടെ വെൽത്ത് ഒക്കെ എങ്ങോട്ടേക്ക് പോവാം? വേറെ രാജ്യത്തേക്ക് പോവാണ്. നമ്മുടെ നാട്ടിലെ ഡിമാൻഡിനെ ഇമ്പ്രൂവ് ചെയ്യണം. അപ്പൊ ചിലപ്പോൾ ടാക്സ് കട്ടൊക്കെ, ഗവൺമെന്റ് ടാക്സ് കട്ട് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ സ്പെൻഡിങ് കൂടാനായിരിക്കും. ചിലപ്പോൾ ഒരുപാട് സ്പെൻഡിങ്സ് എങ്ങോട്ടേക്ക് പോകും? വേറെ അവിടുത്തെ എക്കണോമിനെ ഗ്രോ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരും. ഇമ്പോർട്ട് കൂടുമ്പോൾ ഇമ്പോർട്ട് കുറയ്ക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഗവൺമെന്റിന്? ഇമ്പോർട്ട് കൂടുമ്പോൾ ഇത് വേറെ രാജ്യത്തെ പ്രൊഡക്ട്സുകൾ വാങ്ങിക്കും, ഒരുപാട് നമ്മുടെ രാജ്യത്തെ ആൾക്കാർ വാങ്ങിക്കുമ്പോൾ ഇമ്പോർട്ട് കുറയ്ക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇമ്പോർട്ട് കുറയ്ക്കാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇമ്പോർട്ട് ടാക്സ് കൂട്ടുക, ഇമ്പോർട്ട് ഡ്യൂട്ടീസ്, ക്വാട്ടാസ് സെറ്റ് ചെയ്യുക. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ടാക്സ് എക്സ്ട്രാ ഇവിടെ വരുന്ന ടാക്സ് കൂട്ടുക. അപ്പൊ ആൾക്കാരെ ഇമ്പോർട്ടിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്കറേജ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, ഇത് വേറെ ഉണ്ട് കേട്ടോ, വേറെ ഒന്നും പഠിക്കുന്നില്ല.
പിന്നെ ഒരു ലാർജ് ബഡ്ജറ്റ് ഡെഫിസിറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെഫിസിറ്റ് റൺ ചെയ്യാന്നല്ലേ, ഗവൺമെന്റ് ഡെഫിസിറ്റ് റൺ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ഗവൺമെന്റിന് കിട്ടുന്ന ഇൻകത്തിനേക്കാൾ കൂടുതൽ സ്പെൻഡ് ചെയ്യാന്നാ. ഈ എക്സ്പെൻഡിച്ചറിനൊക്കെയുള്ള പൈസ വേണ്ടേ, ഇൻകം കുറവ് സ്പെൻഡിങ് കൂടുതൽ, അപ്പൊ അത്രയും എന്താണ്, എത്ര എമൗണ്ട് ഈ ഇൻകം എത്ര, ഇൻകം ഒരു എത്ര 1000 കോടി ഇൻകം. ഓക്കെ, സ്പെൻഡിങ് വരുന്നത് എത്രയാ, ഒരു 1500 കോടി. അപ്പൊ ആ ഡിഫറൻസ് ഉണ്ടല്ലോ, എക്സ്ട്രാ ഉള്ള സ്പെൻഡിങ്, ബഡ്ജറ്റ് ഡെഫിസിറ്റ് ആയിട്ടുള്ള 500 കോടി. ആ 500 കോടി എന്ത് ചെയ്യേണ്ടി വരും, ഗവൺമെന്റ് ബോറോ. borrow ചെയ്യുക. ഗവൺമെന്റ് ബോറോ ചെയ്യുന്ന ആ ഒരു റിക്വയർമെന്റിന് പറയുന്ന പേരാണ് പബ്ലിക് സെക്ടർ നെറ്റ് ക്യാഷ് റിക്വയർമെന്റ്, PSNCR എന്ന് പറയുന്നത്. ഈ PSNCR ഒക്കെ വരും. ഗവൺമെന്റ് അവിടെ എന്താണ് അത് ഈ പറയുന്ന രീതിയിൽ ഒരുപാട് റിക്വയർമെന്റ് വരുന്ന സിറ്റുവേഷൻ ആയിരിക്കും. ഇതൊക്കെ പ്രശ്നങ്ങളായിട്ട് ഓരോന്ന് പറയാം. ഇങ്ങനെ ഇക്കോണമീനെ റീഫ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് GDP കൂടല്ലേ, ഇത് ഡിമാൻഡ് കൂടുകയാണ്. ആ രാജ്യത്തെ എഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുകയാണ്. എഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുമ്പോൾ ഇൻഫ്ലേഷനെ ബാധിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഡിമാൻഡ് കൂടുമ്പോൾ ഇൻഫ്ലേഷൻ എങ്ങനെയായിരിക്കും, ആ രാജ്യത്തെ ഡിമാൻഡുകൾ, ആൾക്കാരുടെ സ്പെൻഡിങ് കൂടുകയാണ്, എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ ഡിമാൻഡ് കൂടുന്നു. ഡിമാൻഡ് കൂടുമ്പോൾ ഇൻഫ്ലേഷൻ എന്തായിരിക്കും, കൂടുതലായിരിക്കും കുറവായിരിക്കും, ഡിമാൻഡ് ഗുഡ്സ് ആൻഡ് സർവീസിന്റെ ഡിമാൻഡ് കൂടുമ്പോൾ ഇൻഫ്ലേഷൻ റൈസ് ചെയ്യും. ഇൻഫ്ലേഷൻ കൂടില്ലേ, ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയും. എന്താ പറയാ, ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്നാണ് അതിനെ പറയാം. ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ. ഏതൊരു ഐറ്റത്തിന്റെയും ഗുഡ്സ് ആൻഡ് സർവീസിന്റെ ഒക്കെ ഡിമാൻഡ് നല്ല രീതിയിൽ കൂടുകയാണെങ്കിൽ അത് കാരണം ഒരു ഇൻഫ്ലേഷൻ ഉണ്ടാവും. അതിനാണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നല്ല രീതിയിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് വന്നു. അഗ്രിഗേറ്റ് Yes, ഡിമാൻഡ് sir. വരുമ്പോൾ സപ്ലൈ ഒക്കെ ചിലപ്പോൾ കുറെ ലിമിറ്റഡ് ആയിരിക്കും. ആ സപ്ലൈ ലിമിറ്റഡ് ആകുമ്പോൾ ഡിമാൻഡ് കൂടുതലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതിന്റെ പ്രൈസുകൾ എന്ത് ചെയ്യും, നല്ല രീതിയിൽ കൂടും. നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താ, ഹൈ ഇൻഫ്ലേഷൻ ആണോ നമ്മുടെ ഒബ്ജക്റ്റീവ്? low ഇൻഫ്ലേഷൻ inflation. കൺട്രോൾ ചെയ്യണം എന്നല്ലേ. അപ്പോൾ പലപ്പോഴും ഇതുപോലെ എക്കോണമീനെ റീഫ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിസ്ക്കൽ പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഇൻഫ്ലേഷൻ ഒക്കെ നല്ല രീതിയിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇല്ല സാർ, ഓക്കെ ആണ്. ഇതിപ്പോ റീഫ്ലേറ്റിംഗ് ദ എക്കണോമിയാണ്. ഇനി ഓവർ ഹീറ്റിംഗ് എക്കണോമി എന്ന് പറയുന്നത്, ഓവർ ഹീറ്റിംഗ് എക്കോണമി എന്ന് പറയുമ്പോൾ ഹൈ എക്കണോമിക് ഗ്രോത്ത് ഉള്ള GDP ഒരുപാട് റൈസ്. എക്കോണമിയാണ്. യെസ്, നല്ല രീതിയിൽ ചെയ്യുന്നു. ഹൈ ഇക്കണോമിക് ഗ്രോത്ത്, ദാറ്റ് ഈസ് GDP is റൈസിങ് ഹെവിലി. GDP നല്ല രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുക, അത് ഡിമാൻഡും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുക. ഈ ഓവർ ഹീറ്റിംഗ് എക്കണോമിയിൽ എന്തായിരിക്കും, ഡിമാൻഡ് വളരെ കൂടുതലായിരിക്കും. എഗ്രിഗേറ്റ് ഡിമാൻഡ് ഇല്ലേ, എഗ്രിഗേറ്റ് ഡിമാൻഡ് ഒക്കെ എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും. ഇൻഫ്ലേഷൻ ഒക്കെ എന്തായിരിക്കും, ഇൻഫ്ലേഷൻ റേറ്റ് ഒക്കെ എന്തായിരിക്കും, ഇൻഫ്ലേഷൻ ഹൈ ആണോ ലോ ആണോ? ഹയർ ആയിരിക്കും. ഇൻഫ്ലേഷൻ ഒക്കെ വെരി ഹൈ ആയിരിക്കും. ഇത് നല്ലതാണോ, ഈ ഓവർ ഹീറ്റിംഗ് എക്കോണമി എന്ന് പറയുന്നത് നല്ലതാണോ? അല്ല സാർ. ഓവർ ഹീറ്റിംഗ് എക്കോണമി നല്ലതല്ല. ഈ ഓവർ ഹീറ്റിംഗ് എക്കോണമീനെ എന്ത് ചെയ്യണം, കുറയ്ക്കണം. റീഫ്ലേറ്റ് ചെയ്യണോ, ഡീഫ്ലേറ്റ് ചെയ്യണോ? ഡീഫ്ലേറ്റ് ചെയ്യണം. ഡീഫ്ലേറ്റ് എക്കോണമി. GDP ഗ്രോത്ത് എന്ത് ചെയ്യണം, കുറയ്ക്കണം. GDP ഗ്രോത്ത് എന്ത് ചെയ്യണം, കുറയ്ക്കണം. GDP ഗ്രോത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏത് പ്ലാനിങ്, ഡെഫിസിറ്റ് പ്ലാനിങ് ആണോ, സർപ്ലസ് പ്ലാനിങ് ആണോ? ബഡ്ജറ്റ് സർപ്ലസ് പ്ലാൻ ചെയ്യും. ഡെഫിസിറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ GDP കൂടിയിരിക്കും. സർപ്ലസ് പ്ലാൻ ചെയ്യുന്നത് എന്താ, ഗവൺമെന്റ് സ്പെൻഡിംഗ് ഒക്കെ കുറയ്ക്കും. ടാക്സ് കട്ട് ചെയ്യല്ല, ടാക്സ് ഒക്കെ കൂട്ടും. ഓക്കെ, ഇതൊക്കെയായിരിക്കും ചെയ്യാം. ഓക്കെ, സ്പെൻഡിങ് കുറയ്ക്കും, ടാക്സ് കൂട്ടും. അപ്പൊ നമുക്ക് ഈ ഹൈലി ഗ്രോ ചെയ്യുന്ന GDP-നെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇക്കോണമി ഓവർ ഹീറ്റ് ആവാന്ന് പറയും. ഓവർ ഹീറ്റിംഗ് എക്കോണമീനൊക്കെ ഡീഫ്ലേറ്റ് ചെയ്യുന്ന പോളിസീസ് ഒക്കെ ചെയ്യുന്നത് നമ്മൾ ഈ ഫിസ്ക്കൽ പോളിസിയിലൂടെ ചെയ്യുന്നുണ്ട്. പിന്നെ ഡീഫ്ലേറ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാ, ചിലപ്പോൾ സ്പെൻഡിങ് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, സ്പെൻഡിങ്സ് ഒക്കെ കട്ട് ചെയ്യുമ്പോൾ ലൈക്ക് ഇങ്ങനത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ ഒക്കെ ഉണ്ട്, അവിടെ ഒന്നും നമുക്ക് സ്പെൻഡിങ് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല, വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇനി വണ്ടിയിലെ ടാക്സ് ഒക്കെ നല്ല രീതിയിൽ കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ്, ഇതുപോലെ ചിലപ്പോ നല്ല ടാക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്നോവേഷൻ, പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൊക്കെ ആൾക്കാർ എന്ത് ചെയ്യും, ഡിസ്കറേജ്ഡ് ആകും. പുതിയ ഈ ഒരു അങ്ങനെ കുറെ കാര്യങ്ങൾ ഇപ്പൊ ഈ ഒരു എന്താ പറയാ,
ഓൺടർപ്രണർഷിപ്പ് അങ്ങനത്തെ കുറെ കാര്യങ്ങളിലൊക്കെ ഡീമോട്ടിവേറ്റ് ആവും. പുതിയ പുതിയ ഇന്നോവേഷൻസ് ഒക്കെ ബിസിനസ്സിലൊക്കെ നമ്മുടെ രാജ്യത്ത് വരുന്നൊക്കെ കുറയും. ഓക്കെ, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. ഇതാണ് ഫിസ്ക്കൽ പോളിസി ആൻഡ് മോണിറ്ററി പോളിസി. ഓക്കെ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഫിസ്ക്കൽ പോളിസി ആൻഡ് മോണിറ്ററി പോളിസി ഓക്കെ ആണ് സർ. ഒരു ബേസിക് ഐഡിയ ഉണ്ടായാൽ മതി. ഈ നോട്ടിൽ എന്തൊക്കെയാണോ പറയുന്ന ആ പോയിന്റ് ഒക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. എന്നെ ഭയങ്കര ബൈഹേർട്ട് പഠിക്കുന്നില്ല, മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, ഇനി ഫിസ്ക്കൽ പോളിസി മോണിറ്ററി പോളിസിയിലും ഏതാ ചെയ്യാം ഒരു രാജ്യം ഒരു ഗവൺമെന്റ്? രണ്ടും ഒരുമിച്ചായിരിക്കും ചെയ്യാം അല്ലെ? ഫിസ്ക്കൽ പോളിസി ആൻഡ് മോണിറ്ററി പോളിസീസ് ഒക്കെ ഒരുമിച്ചായിരിക്കും ചെയ്യാം. ഗവൺമെന്റ് യൂസ് ബോത്ത് ടു മീറ്റ് ദയർ എക്കണോമിക് ടാർഗറ്റ്. എക്കണോമിക് ടാർഗറ്റ്സ് ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതെന്ത് ചെയ്യും? ഒരുമിച്ചായിരിക്കും ചെയ്യാം. ഏത് പോളിസിയാണോ ഡൊമിനേറ്റ് ചെയ്യുന്ന പറയുമ്പോൾ ഒരു എക്കണോമിക് തിയറി ഒക്കെ ഉണ്ട്. ആ തിയറിനനുസരിച്ചാണ് ആ ഒരു ഗവൺമെന്റ്, അതായത് ആ ഏത് പവറിലുള്ള അധികാരത്തിലുള്ള ഗവൺമെന്റ് ഏത് എക്കണോമിക് തിയറിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും. ഇനി കൈനീഷ്യൻ പോളിസി ഒക്കെ ഉള്ളത് എവിടേക്കാ? ഓസ്ട്രേലിയയിലുണ്ട്, കാനഡ, ഇതൊക്കെ ജസ്റ്റ് വായിച്ചാൽ മതി, അത്രക്കൊന്നും. ഓക്കെ, ഫിസ്ക്കൽ പോളിസി മോണിറ്ററി പോളിസി ഒക്കെ ഒരുമിച്ചായിരിക്കും യൂസ് ചെയ്യുക എന്നുള്ളതിനനുസരിച്ച് അത് മാത്രം മനസ്സിലാക്കാം. സോ ഇത് ഓക്കെ ആണോ? ക്ലിയർ ആണ് സർ. എക്കണോമിക്